18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ധർമ്മരാജ എന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സദസ്സിലെ നീതിമാനായ ന്യായാധിപനായിരുന്നു തിരുവല്ല രാമവർമ്മപുരത്തു മഠത്തിലെ ഗോവിന്ദപിള്ള. നീതിയും ന്യായവും മാത്രം നോക്കി വിധികൾ പ്രസ്താവിച്ചിരുന്ന അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു. ഒരിക്കൽ ഗോവിന്ദപിള്ളയുടെ അനന്തരവനായ പത്മനാഭപിള്ള ഒരു കേസിൽ കുറ്റാരോപിതനായി. സാഹചര്യത്തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദപിള്ള തന്റെ മരുമകന് വധശിക്ഷ വിധിച്ചു. എന്നാൽ പിന്നീട് പത്മനാഭപിള്ള നിരപരാധിയായിരുന്നു എന്നും തന്റെ വിധിന്യായത്തിൽ പിഴവ് സംഭവിച്ചുവെന്നും ഗോവിന്ദപിള്ളക്ക് മനസ്സിലായി. ഈ തെറ്റിൽ അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനായി. തന്റെ തെറ്റ് ഏറ്റുപറയാൻ അദ്ദേഹം രാജാവിന്റെ മുന്നിൽ ചെന്നു. തനിക്ക് ശിക്ഷ വിധിക്കണമെന്ന് അദ്ദേഹം രാജാവിനോട് അപേക്ഷിച്ചു. രാജാവിന് ആദ്യം ഇതിനോട് യോജിപ്പുണ്ടായിരുന്നില്ലെങ്കിലും ഗോവിന്ദപിള്ളയുടെ നിർബന്ധത്തിന് വഴങ്ങി. എന്നാൽ സ്വന്തം ശിക്ഷ വിധിക്കാനുള്ള ചുമതല രാജാവ് ഗോവിന്ദപിള്ളയെ തന്നെ ഏൽപ്പിച്ചു. ഗോവിന്ദപിള്ള തനിക്ക് തന്നെ കഠിനമായ ശിക്ഷ വിധിച്ചു. തന്റെ കാൽപാദങ്ങൾ രണ്ടും മുറിച്ച് മാറ്റണമെന്നും പരസ്യമായി ഒരു മരത്തിൽ തൂക്കിക്കൊല്ലണമെന്നും 3 ദിവസം മൃതദേഹം നാട്ടുകാർ കാണെ പ്രദർശിപ്പിക്കണമെന്നും അദ്ദേഹം വിധിച്ചു. രാജാവ് മനസ്സില്ലാമനസ്സോടെ ആ ശിക്ഷ നടപ്പാക്കി. എന്നാൽ കുറച്ചുകാലത്തിനു ശേഷം നാട്ടിൽ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. പ്രശ്നം വെച്ചപ്പോൾ ജഡ്ജിയുടെയും മരുമകന്റെയും ആത്മാക്കൾക്ക് സമാധാനം ലഭിച്ചിട്ടില്ലെന്ന് കണ്ടെത്തുകയും പരിഹാരമായി ദേവീഭക്തനായിരുന്ന ജഡ്ജിയുടെ ആത്മാവിനെ ചെറുവള്ളിയിലെ പയ്യമ്പള്ളി കുടുംബസ്ഥാനത്ത് കുടിയിരുത്തുകയും ചെയ്തു. മരുമകന്റെ ആത്മാവിനെ തിരുവല്ല പനയൂർക്കാവിലും കുടിയിരുത്തി. അങ്ങനെയാണ് ചെറുവള്ളി ദേവീക്ഷേത്രത്തിൽ ജഡ്ജി അമ്മാവൻ എന്ന പ്രതിഷ്ഠയുണ്ടായത്. നീതിക്കുവേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച അദ്ദേഹത്തിന്റെ ആത്മാവ് ഇന്നും നീതി ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വാസം. കോടതി കേസുകളിലും വ്യവഹാരങ്ങളിലും നീതി തേടി അനേകം പേരാണ് ജഡ്ജി അമ്മാവന്റെ സന്നിധിയിൽ എത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്തെന്നാൽ ദേവീക്ഷേത്രത്തിലെ പൂജകൾ എല്ലാം കഴിഞ്ഞ് നടടച്ച ശേഷം രാത്രി 8 മണിയോടെയാണ് ജഡ്ജി അമ്മാവന്റെ നട തുറക്കുക. ഏകദേശം 45 മിനിറ്റ് മാത്രമേ ഈ നട തുറന്നിരിക്കുകയുള്ളൂ. വഴനയിലയിലുണ്ടാക്കുന്ന അടയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം. കൂടാതെ കരിക്ക്, വെറ്റ്, പാക്ക് എന്നിവ ചേർത്തുള്ള കുടിക്കാൻ കൊടുക്കൽ എന്ന വഴിപാടും ഇവിടെ പ്രധാനമാണ്.